കടം തരാൻ പറ്റൂല എന്ന് പറഞ്ഞ് വിഷമം ഉണ്ടാവൂലേ? പക്ഷെ എന്ത് ചെയ്യാനാ, നീയൊന്ന് മനസ്സ് വെക്കാഞ്ഞിട്ടല്ലേ. എന്താ വൈകുന്നേരം വരട്ടെ? വേണ്ട. അതെന്താടി വെച്ചാ ഇന്ത്യ ഗവൺമെന്റ് അടിക്കുന്ന നോട്ട് തന്നെയല്ലേ ഞാനും തരുന്നത്. ആ പൂക്കാരി തലടേന്ന് പിടിച്ചു പറിക്കുന്ന പോലെ വാങ്ങിച്ചതാ. ഇനി ഏതായാലും ഇയാളുടെ കടയിൽ നിന്ന് വാങ്ങിക്കണ്ട. നീ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴേക്കും എന്റെ കച്ചവടം തീരും. നമുക്ക് ഒരുമിച്ച് പോവാം. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ തലയിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്വഭാവമായിപ്പോയി. മരിച്ചുപോയൊരു പങ്കലുണ്ടായിരുന്നു, അതിൻ്റെ ഓർമ്മ വരുന്നുണ്ടൊക്കെ പറഞ്ഞു പോവുക. ഇനിയെങ്കിലും നെറിയോടെ ജീവിക്കാൻ നോക്ക്. வேலோ வராங்க. ஏண்டா நீ போகலையா? படுத்து படிக்க இருக்க அப்பாவை கூட்டிட்டு நான் எப்படி போக முடியும்? எப்படி போக முடியும்? அவரை விட்டுடுங்க. நானும் என் பசங்களும் அனாதை ஆயிடுவோம். நாங்க எங்கேயாவது போயிடுறோம். அவரை உயிரோட விட்டுடுங்க. இந்த பாரு, 10 நிமிஷத்துக்குள்ள நான் திரும்பி வருவேன். அதுக்குள்ள இந்த இடத்தை காலி பண்ணல, தொலைச்சு விடுவேன். தொலைச்சு എന്താടാ നായ്ക്കളെ കേറി പോയടാ. കോമാരി പസങ്ങളാ. അവന്റെ മറ്റേതിലെ ഒരു തപ്പുവായ பாவம் வேலு. இங்க இருக்கிறது வீடும் குடிசெல்லாம் அந்த ரெங்கண்ணனோடதாണെന്നാണ് വെപ്പ്. വാടക കാശ് ശരിക്കും കൊടുക്കുന്നില്ലാന്ന് പറഞ്ഞാണ് ഈ കുടി ഒഴിപ്പിക്കുന്നത്. ஆனா சங்கதி அதல்ல. இந்த வேலுக்கும் அழகான ஒரு தங்கச்சி இருக்கு. அந்த சாந்திருக்கும் அவள் மேல ஒரு கண்ணு. இது தெரிஞ்சுக்கிட்ட வேலு என்ன பண்ணிட்டேன்னு தெரியுமா? மேட்டுப்பாளையத்தில் அக்கா வீட்டில் கொண்டு போய் விட்டாச்சு. அதுதான் இந்த முண்டத்துக்கு காவா. கொஞ்சம் நிறுத்துங்க. நீங்க எல்லாரும் இது காணுங்க. ஒரு குடும்பம் ഇവിടെ നിന്ന് പോവാണ്. എതുക്ക്? അതിന്റെ കാരണം നിങ്ങൾക്ക് ശരിക്കും தெரியும். ഒരു ഗുണ്ട വന്നവരെ വിരട്ടി ഓടിക്കുന്നു. ആരാണവൻ? மன்னிச்சிருங்கோ, எனக்கு உங்களோட பாஷையில் பேச தெரியல. பரவாயில்ல, நீங்க மலையாளத்தில் சொல்லுங்க, எங்களுக்கு புரியும். മനസ്സ് புரியும் போது ഭാഷ എതുക്ക് തമ്പി? சொல்லுங்க. വേലുവിന്റെ കുടുംബം ഇവിടെ നിന്ന് പോകുന്നില്ല. അത് നിങ്ങൾ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ ഇന്ന് വേലുവിനുണ്ടായ ഗതി നാളെ നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ വീട്ടുതണ്ടകൾ ഗുണ്ടകൾക്ക് നിരകാൻ വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങളുടെ പെൺമക്കളുടെ മാനം അവർക്ക് ചവിട്ടി അരയ്ക്കാനുള്ളതല്ല. നിങ്ങളുടെ ആൺകുട്ടികളുടെ ദേഹം അവർക്ക് തല്ലിച്ചതയ്ക്കാനുള്ളതല്ല. ഒരായുസ് മുഴുവൻ ജീവിക്കാൻ വേണ്ടി പൊരുതുന്ന നിങ്ങളുടെ കൈകൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും നിങ്ങൾ ആർക്കും പടയം വെച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ചട്ടമ്പികൾക്കും കൂലിത്തല്ലുകാർക്കും അതിൽ കാര്യമില്ലെന്ന് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ പോവുക. எழுந்துடுறா. நான் என்ன சொல்லிட்டு போனேன்?
അവനെ കൊല്ലരുത്. നിനക്ക് മാത്രമല്ല, രംഗന്റെ വളർത്തു നായ്ക്കൾക്ക് മുഴുവൻ ഇതൊരു പാഠമായിരിക്കും. ഇതിന് പകരം ചോദിക്കാൻ വരുന്ന കഴിവറ മക്കള് എന്റെ കൈന്റെ ചൂടായിരിക്കും അറിയുക. മനസ്സിലായോ? എന്താ മാർക്കറ്റില്ലാടി? ഇന്ന് ഇത്ര മര്യാദക്കാണല്ലോ. എന്താ പറ്റി? ഒന്നുമില്ല. കാന്താരി, ഏതിലും രണ്ടിലും നിറഞ്ഞിട്ട് മറന്നവനാ ഞാൻ. എന്റെ കൊനിഷ്ഠ ബുദ്ധി കണ്ടല്ലോ. കണ്ടു. ആ, പക്ഷെ ഇന്ന് നിന്റെ കോഴിയെ മുഴുവൻ വിട്ടിട്ടേ ഞാൻ കച്ചവടത്തിനുണ്ട്. പിന്നെ പാവാടത്തും വെളി കുത്തി ആമ്പിള്ളേരെ മയക്കാൻ നിൽക്കണ്ട. പൂതി കയറി ഏതെങ്കിലും ഒരുത്തനങ്ങ് വരും വാതിലും പൊളിച്ച്. ചിരിക്കും പെണ്ണേ, നിന്റെ ആ ചൊടിയും ചുണയും കളയല്ലേ. അത് പോയാൽ നിന്നോടുള്ള ഇഷ്ടം പോകും. രംഗണ്ണന്റെ പിള്ളേരുടെ ചുണ എന്താണെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കടാ. ആ, നില അപ്പോ ഈ രംഗേട്ടൻ രംഗപ്രവേശം ചെയ്തിട്ടില്ലല്ലേ? അല്ല, കുറെ കാലമായി പുള്ളിയെ കുറിച്ച് കേൾക്കുന്നു. ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ. അങ്ങനെ ഇവിടെ അങ്ങ് ഇല്ലേ? കൊടുങ്കാറ്റിന് സ്ഥിരം കൂടില്ലടാ. വരും, വന്നതുപോലെ പോകും. അടുത്ത വരവ് വരെ ആദ്യത്തെ ഓർമ്മ കാണും. ഇവിടെ നിന്ന് നിനക്ക് ജീവനോടെ രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ അത് കാണാനുള്ള യോഗമുണ്ടാവും. എടാ ചന്ദ്രു, ശിവന്റെ ഇരിപ്പിടം കൈലാസത്തിലാ എന്ന് വെച്ചാ ഹിമാലയത്തിന്റെ മുകളില്. അവിടെ മിറപ്പിക്കാൻ ഒരു കാറ്റും ജനിച്ചിട്ടില്ല. നോക്കി നിൽക്കാതെ കൊടുക്കടാ. ഈ സർക്കിളിൽ ചാർജ് എടുക്കുമ്പോഴേ കൊളീഗ്സ് എല്ലാം വാൺ ചെയ്തിരുന്നു. രംഗൻ എന്ന് എല്ലാരും വിളിക്കുക. അവനെ മാത്രം തൊട്ടുകളി വേണ്ടാന്ന്. അവൻ ഊട്ടിയിലെ മൊത്തം പോലീസ് ഫോഴ്സിനേക്കാൾ സ്ട്രോങ്ങാ. സർക്കാരിൽ നിന്ന് കിട്ടുന്നതിന്റെ നാലിരട്ടി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന നാറുകളും ഇതിനകത്തുണ്ട്. എനിക്കൊരു അപേക്ഷയുണ്ട് സർ. ആ കോളനിയിലെ പാവം മനുഷ്യരെ അവന്റെ ഗുണ്ടകൾ ഉപദ്രവിക്കരുത്. ഊതിയാൽ അണഞ്ഞു പോകുന്ന മൺവിളക്കുകൾ പോലെയാണ് അവരുടെ ജീവിതം. ഞാൻ കാരണം കുറച്ചു നാളത്തേക്ക് ഞാൻ അവിടെ കോൺസ്റ്റബിൾസിനെ ഡ്യൂട്ടിക്കിടാം. പക്ഷേ തന്റെ കാര്യം, താനാണ് അവരുടെ ലക്ഷ്യം. അതെന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് സർ. കണ്ണിന് മുന്നിലൂടെ വരുന്ന എന്തും ഞാൻ നേരിടും. പിന്നിലൂടെ വന്ന കീഴ്പ്പെടുകയല്ലേ നിവൃത്തിയുള്ളൂ. വരട്ടെ സർ.